എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞു നിർത്തിയത്. ഒന്ന് ഇൻട്രാപേഴ്സണൽ, മറ്റൊന്ന് ഇൻ്റർപേഴ്സണൽ. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലെ ഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്താണെന്നും അൺഫോക്കസ്ഡ് ഗ്രൂപ്പ് എന്താണെന്നും 3 സ്റ്റേജസിൽ കാഷ്വൽ, പേഴ്സണൽ, ഇൻറ്റിമേറ്റ് എന്നുള്ള 3 സ്റ്റേജുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 5 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ 5 കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി ബാക്കിയുള്ള 3 എണ്ണമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഓൾറെഡി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ടെക്സ്റ്റ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ബൈ മെനി പേഴ്സൺസ് ഇൻ എ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഹിയർ ആസ് ദ ഗ്രൂപ്പ് ഗ്രോസ് ഇൻ സൈസ്, communication tends to become more and more of a monologue, reducing participation. The degree of directness therefore depends on the size of the group, the place where it meets, and also the relationship of the members of the group to one another. ഇപ്പോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും ഗ്രൂപ്പിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ അത് മോണോലോഗായി മാറിയേക്കാം, ചിലപ്പോൾ ചിലരുടെ പാർട്ടിസിപ്പേഷൻ കുറയാനായിട്ട് അത് കാരണമായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഉദാഹരണമാണ് ക്ലാസ് റൂം. അവിടെ അധ്യാപകൻ വിദ്യാർത്ഥികളെന്നൊരു വലിയ ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ മോണോലോഗിന് സാധ്യത കൂടുതലാണ്. അധ്യാപകനായിരിക്കുമല്ലോ കൂടുതൽ പറയാം, കാരണം ഡയറക്റ്റ്നെസ് അയാൾക്കാണ് കൂടുതൽ കിട്ടുന്നത്. അയാൾക്കാണ് ആ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള അവകാശമുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് എന്ത് തന്നെയായാലും പറ്റും. ഇൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്ക് ഈസ് മോർ ഡിഫിക്കൾട്ട് ടു മെഷർ ആൻഡ് റെസ്പോണ്ട് ടു. ഇറ്റ് ടേക്സ് ടൈം ബിഫോർ മീനിങ്സ് ആർ ക്ലാസിഫൈഡ് ആൻഡ് റെസ്പോൺസസ് അസസ്ഡ്. ദസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ മോർ കോംപ്ലക്സ് പ്രോസസ് ദാൻ ദി ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ, ഈ ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനേക്കാൾ ഒരു കോംപ്ലക്സ് മീൻസ് ബുദ്ധിമുട്ട് നിറഞ്ഞ, അല്ലെങ്കിൽ ഇത്രയും കൂടി എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഈസി, അതാണ് കോംപ്ലക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ചെയ്തു പോകാവുന്നൊരു കമ്മ്യൂണിക്കേഷൻ രീതിയല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് അവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ദസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ കോംപ്ലക്സ് പ്രോസസ് ദാൻ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. മോസ്റ്റ് ഓഫ് us ആർ കോൺസ്റ്റൻ്റ്ലി ഇൻ സിറ്റുവേഷൻ വേർ ദർ ഈസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് much of our time is spent in communicating in groups. Students experiences and take part in group communication in classroom, playground, canteen, and on the campus. In an office, a person interacts with a group of co-workers. In meetings and parties, much of the conversation and interaction are carried out in groups. The survival of democratic society depends upon the free exchange of opinion of its members. The spirit of democracy stands opposed to any kind of authoritarianism or the inherent right of a few over the majority. The open exchange of opinion is the lifeblood of a society. In an ideal situation, group communication is vital to the proper functioning of a democratic system, as it is opposed to dictatorial or authoritarian style of functioning. ഇവിടെ പറയുകയാണ്, പലതരത്തിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമാണ്.
കാരണം അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനുകളാണ് ഡെമോക്രസിയെ പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നു നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് പൊതുവേദികളിലോ അല്ലെങ്കിൽ നമ്മൾ മാത്രമുള്ള വേദികളിലോ നമുക്ക് ഈ സമൂഹത്തിൽ ഉള്ള ആരെയും അപകീർത്തിപ്പെടുത്താനല്ല, പക്ഷെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഈ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ഓൾറെഡി ഉണ്ടാവും. അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. വിമർശനം നല്ല രീതിയിലുള്ള വിമർശനമായിരിക്കും. നമ്മളൊരു കാര്യം തെറ്റ് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ നമുക്ക് വിമർശിക്കാം, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആ വിമർശനം ഒരിക്കലും ഒരാളെ തേജോവധം ചെയ്യുന്ന രീതിയിലോ ഒരാളെ തരം താഴ്ത്തി കാണിക്കുന്ന രീതിയിലോ ഉള്ളതായിരിക്കരുത്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ തരം താഴ്ത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് നമ്മളുടെ പ്രസൻറ്റേഷൻ എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ നമുക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് വി ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്. നമ്മളൊരു നന്മയെ കണക്കാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയാണ് നമ്മളിവിടെ തുറന്നു കാണിക്കുന്നത്. ഇനി അടുത്തത് പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനിവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഒരു പാർട്ടി മീറ്റിങ്ങിൽ ഒരു പ്രകടനത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ occurs when a group becomes too large for all members to contribute. One characteristic of public communication is an unequal amount of speaking. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലെ പോലെ എല്ലാവർക്കും പ്രാധാന്യം കിട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല എന്നല്ല, കിട്ടില്ല. പബ്ലിക് കമ്മ്യൂണിക്കേഷനിൽ സ്പീക്കറായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് പ്രാധാന്യം. പിന്നെ പല സമയത്ത് ഓഡിയൻസിന് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രാധാന്യം കിട്ടും. എപ്പോഴാണെന്നറിയാം? നല്ല ബോറം പ്രസംഗം നടത്താണ്, അയാളെ കേൾക്കാൻ ഒരു താല്പര്യമില്ല. ഇരിക്കുന്ന ജനങ്ങൾക്ക് ആർക്കും അയാളുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല. ജനങ്ങൾ നല്ല അന്തസ്സായിട്ട് കൂവി ഇയാൾക്ക് വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ അവിടെ ആ ഒരു ഘട്ടത്തിൽ മാത്രം പബ്ലിക് ജയിച്ചു എന്ന് പറയാം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് ഭയങ്കര ബോറാണ്, അപ്പം എന്നെ പുറത്തിറക്കണം. നിങ്ങളെല്ലാവരും ഇരുന്ന് കൂവാണ്. കുറേ നേരമൊക്കെ ഞാൻ മിണ്ടാണ്ടിരിക്കും. ആയിക്കോട്ടെ, കൂവലൊക്കെ ഒരാൾ നേരിടേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ കൂവിക്കൊണ്ടിരുന്ന ഇറങ്ങിപ്പോവാനേ നിവൃത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ ഓഡിയൻസിന് ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളതൊക്കെ നല്ല രീതിയിലുള്ള കയ്യടികൾ, ഹർഷാരവങ്ങൾ, ഇതൊക്കെ ചില പ്രസംഗങ്ങളിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അല്ലെങ്കിൽ എതിർ പാർട്ടിയെ ശക്തമായിട്ട് കട്ടിച്ചു കീറുന്ന രീതിയിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഹർഷാരവങ്ങൾ മുഴക്കി നമ്മൾ ആരുടെ പ്രസംഗമാണോ കേൾക്കുന്നത് അയാളെ പ്രൊമോട്ട് ചെയ്യും. അതൊരു തരത്തിലൊരു ബൂസ്റ്റപ്പിംഗ് ആണ്, നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ. പക്ഷേ റിയൽ പബ്ലിക് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. One or more people are likely to deliver their remarks to the remaining members who act as audience. This leads to a second characteristic of public meetings, limited verbal feedback.
ലിമിറ്റഡ് വെർബൽ ഫീഡ്ബാക്കേ പറ്റുള്ളൂ. കാരണം ഓഡിയൻസ് എത്ര ഓളിയിട്ടാലും ഇയാൾ സംസാരിക്കുന്നത് മൈക്കിലൂടെയൊക്കെ ആയിരിക്കും. ഒരു 10,000 പേരുടെ ഇടയിൽ നിന്ന് 2 പേര് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? കേൾക്കില്ല. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഫീഡ്ബാക്ക് എന്ന് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, ലിമിറ്റഡ് വെർബൽ ഫീഡ്ബാക്ക്. വാക്കുകൊണ്ടുള്ള മറുപടികൾ വളരെ കുറവായിരിക്കും. എന്തിൽ? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. The audience is unable to talk back in a two-way conversation as in interpersonal or small group setting. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും ഒരു ഗ്രൂപ്പായാലും ഞാൻ കൈപൊക്കി എനിക്ക് പറയാനുള്ളത് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിനകത്തുനിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, എനിക്ക് പറയാണ്ടെന്ന് പറയുന്നു, അയാൾ പറയുന്നു. അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പിന്നെ അവിടെ നിങ്ങളെ നിയന്ത്രിക്കാൻ ഞാനൊരാളുണ്ട്. അപ്പം ഞാൻ എന്തായാലും പറയും, അതെ അവിടെ ഇന്ന ആൾക്ക് സിദ്ദിഖിന് എന്തോ പറയാനുണ്ട്, ആൾ പറയട്ടെ എന്ന് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അവിടെ പറയാനായിട്ട്. അതേസമയം പബ്ലിക് കമ്മ്യൂണിക്കേഷനിൽ ഒരു 10 ലക്ഷം ആൾക്കാരുള്ള ഒരു റാലിയിൽ ഒരാളവിടെ നിന്നിട്ട് കൈപോക്കിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ പറഞ്ഞത് തെറ്റാണ്, അവിടെ കിടന്ന് ഒളിയിടാം, ഒരാളും കേൾക്കാൻ പോകുന്നില്ല. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ വാക്കുകൾക്ക് പ്രാധാന്യം കുറയാണ്, ഒരാൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന രീതിയിലേക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ മാറാണ്. ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് സ്പീക്കർ ഓപ്പറേറ്റ് ഇൻ എ വാക്വം when delivering their remarks. In some cases, audience can have a chance to ask the questions and offer brief comments, and in very large public meetings, the non-verbal reactions like clapping, hooting, howling, etc. offer a wide range of clues about the audience reception of the speaker's remark. Public meetings and political convention are example of public communication. ഇവിടെ പൂർണ്ണമായിട്ടും പബ്ലിക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമില്ല. വെർബൽ കമ്മ്യൂണിക്കേഷന് സാധ്യത കുറവാന്നേ ഉള്ളൂ. നോൺ വെർബൽ പറ്റും. ക്ലാപ്പിംഗ് ഒരു നോൺ വെർബലാ. ഹൗളിംഗ് എന്നൊക്കെ പറയുന്നത് ഓളിയിട. ഞാൻ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, 2020 ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ഞാനൊരു കോൺഗ്രസ് വക്താവായിട്ട് ഒരു പ്രസംഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവരിൽ മെജോറിറ്റിയും കോൺഗ്രസ്സുകാരായിരിക്കും. അവരെ എല്ലാവരും കൈയടിക്കും, എന്ന് പറഞ്ഞിട്ട് ഓളിയിടും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ പ്രൊമോട്ട് ചെയ്യാണ്, ഇനിയും ശക്തമായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിക്കാൻ. അപ്പം എൻ്റെ അടുത്ത വാചകം വരും, വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ BJPക്ക് കേരള മണ്ണിൽ ഇടമില്ലെന്നും കേരളത്തിലെ ഒരു പഞ്ചായത്തിലും താമര വിരിയുകയില്ലെന്നും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോഴും വീണ്ടും ഭയങ്കര കരഘോഷം, കയ്യടി. കാരണം നിങ്ങൾക്ക് തിരിച്ച് മറുപടി, ആ നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ്, ഇപ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് ഓളിയിട്ടിട്ട് കാര്യമില്ല. അതിനൊക്കെ നല്ലത് എല്ലാവരും കൂടി കൈയടിക്കുക. അപ്പം അതിനൊരു അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് പറയുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈക്വൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല, ഈക്വൽ പാർട്ടിസിപ്പേഷൻ സാധ്യമല്ല. രണ്ടാമത്തേത് ലിമിറ്റഡ് വെർബൽ ഫീഡ്ബാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വെർബൽ ഫീഡ്ബാക്ക് കുറവാണെങ്കിലും നോൺ വെർബലായിട്ട് കയ്യടികളിലൂടെ ഓളിയിടലുകളിലൂടെ നമ്മളുടെ വികാരത്തെ പുറത്തു കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. ക്ലിയർ അല്ല? ഇനി അഞ്ചാമത്തേത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. ഇത്ര നേരം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, അതിനുശേഷം എലമെൻറ്റ്സ് പറഞ്ഞു.
എത്ര തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോവാം. അതാണ് നമ്മുടെ സബ്ജക്റ്റ്, മാസ് കമ്മ്യൂണിക്കേഷൻ. When Christopher Columbus discovered America on October 12, 1492. ക്രിസ്റ്റഫർ കൊളംബസ് ആരാന്ന് നിങ്ങൾക്കറിയാം. പോർച്ചുഗൽ നാവികനാണ്. അദ്ദേഹം ഇന്ത്യ അന്വേഷിച്ചിറങ്ങിയതാണ്. ഇന്ത്യ അല്ല, ഏഷ്യ അന്വേഷിച്ചിറങ്ങിയതാണ്. ഈസ്റ്റേൺ സൈഡിലേക്ക് യാത്ര ചെയ്തതാണ്. യാത്രക്കിടയിൽ കപ്പലിൻ്റെ ദിശ മാറി കാറ്റത്ത് അദ്ദേഹം ചെന്ന് കയറി അമേരിക്കയിൽ ചെന്ന് പെട്ടു. അതുവരെ അമേരിക്ക എന്നൊരു രാജ്യത്തെക്കുറിച്ചോ കോണ്ടിനെൻറ്റിനെ കുറിച്ചോ ആർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കൊളംബസ് വിചാരിച്ചു താൻ എത്തിച്ചേർന്ന സ്ഥലമാണ് ഇന്ത്യ എന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ തിരിച്ച ആൾ നാട്ടിൽ ചെന്ന് ആൾ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരുമായിട്ട് സംവദിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി ആൾക്ക് തെറ്റുപറ്റി. ആളെത്തിയത് ഇന്ത്യയിലല്ല, വേറെ ഏതോ ഒരു രാജ്യത്താണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിനോട് സാമ്യമുള്ള അമേരിക്ക എന്ന പേര് ആ രാജ്യത്തിന് കൊടുക്കുകയും ചെയ്തു. ദ കിങ് ഓഫ് സ്പെയിൻ, പോർച്ചുഗൽ നാവികനല്ല, സ്പാനിഷ് നാവികനാണ്, ന്യൂ ഓഫ് ഇറ്റ് 5 months later. അപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാണ്. 1492 ഒക്ടോബർ 12 അമേരിക്കയിൽ കാലുകുത്തിയ ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചിട്ട് സ്പെയിനിൽ അറിയുന്നത് 5 മാസത്തിന് ശേഷമാണ്. 5 മാസം. ഇന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്ന് ഇന്ന് റിസൾട്ട് പ്രഖ്യാപിച്ച ആ നിമിഷം നമ്മളിവിടെ ഇരുന്ന് അറിയും. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ വളർച്ചയാണ്. അതേസമയം 1492 അവസ്ഥയാണ് പറയുന്നത്. അന്ന് നടന്നൊരു കാര്യം സ്പെയിനിലെ ജനങ്ങൾ അറിയുന്നത് 5 മാസം കഴിഞ്ഞിട്ടാണ്. ഇനി അബ്രഹാം ലിങ്കൻ്റെ കാര്യം പറയാം. വെൻ അബ്രഹാം ലിങ്കൻ വാസ് അസാസിനേറ്റഡ് ഓൺ April 14, 1865, യൂറോപ്പ് ഹേർഡ് ദ ന്യൂസ് 12 days later. അമേരിക്കൻ പ്രസിഡന്റ് മരിച്ച കാര്യം യൂറോപ്പിൽ അറിയുന്നത് 12 ദിവസത്തിന് ശേഷമാണ്. അധികം വർഷങ്ങൾക്ക് മുമ്പല്ല, 1865 അവസ്ഥയെ പറയുന്നത്. അബ്രഹാം ലിങ്കൻ, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് മേടിച്ച അമേരിക്കൻ പ്രസിഡന്റ്, അടിമക്കച്ചവടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് മുന്നിട്ടിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ്, കറുത്തവർഗക്കാർക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തി. ഇത്രയും പോപ്പുലറായിട്ടുള്ള അബ്രഹാം ലിങ്കൻ മരിച്ചതുപോലും 1865 സംഭവിച്ചിട്ടും യൂറോപ്പിലേക്ക് ആ വാർത്ത എത്താൻ 12 ദിവസത്തെ സമയമെടുത്തു. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം എത്രയാണോ ആ സമയത്തിൽ നിന്ന് 2-3 സെക്കൻഡ്സിനുള്ളിൽ നമ്മളുടെ 24/7 ന്യൂസ് ചാനലുകളിൽ വാർത്ത വന്നിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തരിച്ചു, അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ കൊല്ലപ്പെട്ടു. വാർത്ത വന്നു കഴിയും. ഇവിടെ 12 ദിവസം. ഇനി നോക്കൂ. ഇൻ 1969, when Neil Armstrong stepped on the moon, over 70 million people in some 50 countries watched it on television set in their homes. 1865 അബ്രഹാം ലിങ്കൻ മരിച്ചത് 12 ദിവസത്തിന് ശേഷം അറിഞ്ഞ ലോകം 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്ന ദൃശ്യങ്ങൾ ഏകദേശം 70 മില്യൺ ആളുകൾ വീട്ടിലിരുന്ന് കണ്ടു. അവരുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് 70 മില്യൺ ആൾക്കാരോളം കാണാനായിട്ടിടയായി. അപ്പോൾ ഏകദേശം 104 വർഷം. ആ 100 വർഷത്തെ വളർച്ചയാണ് കാണിക്കുന്നത്. ചന്ദ്രനിൽ കാലുകുത്തിയതാ കുടുംബത്തിരുന്ന് കാണുന്നത്. ഉപഗ്രഹത്തിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള പ്രയാണത്തിൽ അദ്ദേഹം കാലുകുത്തുന്ന ദൃശ്യം അത് ലൈവായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു വളർച്ചയല്ല 100 വർഷം കൊണ്ട് നേടിയെടുത്തത്. 12 ദിവസം പോയി സെക്കൻഡ്സിലേക്ക് ചുരുങ്ങി. ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ
വളരെ ഫാസ്റ്റായിട്ട് വളരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. In 2014 World Cup, football final between Germany and Argentina was watched live on television by more than 1 billion of people in nearly 200 countries around the world. Mass media has revolutionized the manner in which messages, ideas, and events are communicated. 2014 ആയപ്പോഴേക്കും ലൈവ് ആക്സസിബിലിറ്റി ഉള്ളവരുടെ എണ്ണം നേരത്തെ 70 മില്യൺ ആയിരുന്നത് മോർ ദാൻ 1 ബില്യൺ. വ്യത്യാസം കണ്ടോ? 10 കോടിയിലധികം ആൾക്കാരിരുന്ന് കാണുകയാണ്. നേരത്തെ 7 കോടിയിലേക്ക് എത്തിയത് 10 കോടിക്ക് മേലെ ജനങ്ങൾ അറ്റ് എ ടൈം 2014 വേൾഡ് കപ്പിൽ ജർമ്മനി ജയിക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡെലിവറിങ് ഇൻഫർമേഷൻ, ഐഡിയ ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു എ സൈസബിൾ ആൻഡ് ഡൈവേഴ്സിഫൈഡ് ഓഡിയൻസ്. എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈസ് ദ പ്രോസസ് ഓഫ്, ഇതൊരു നടപടിയാണ്, പ്രോസസ് ഓഫ് ഡെലിവറിങ് ഇൻഫർമേഷൻ. ഡെലിവറി ചെയ്യാന്ന് വെച്ചാൽ എന്താ? എത്തിക്കുക. ഇൻഫർമേഷൻ, ഐഡിയ, ആറ്റിറ്റ്യൂഡ്. ഈ 3 കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ്. ഇനി അതിനൊരു പ്രത്യേകത കൂടി പറയുന്നു, ടു എ സൈസബിൾ. സൈസബിൾ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. 10 ലക്ഷം പേര്, 20 ലക്ഷം പേര്, 10 കോടി പേര്, 50 കോടി ജനങ്ങൾ, ഒരു സൈസബിൾ ആയിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ടായിരിക്കും. ഈ സൈസബിൾ ഓഡിയൻസ് മാത്രമല്ല, അതിലാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡൈവേഴ്സിഫൈഡ് ഓഡിയൻസ്. എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാരല്ല, സമപ്രായമല്ല, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചിന്താഗതിയുള്ളവരല്ല. ഒരേ ജെൻഡറല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ സമൂഹം. സൈസബിളാണ്, പക്ഷെ വലിയൊരു സമൂഹം. ഒരാശയത്തെ, ഒരു ഐഡിയയെ, ഒരു ആറ്റിറ്റ്യൂഡിനെ ഡെലിവറി ചെയ്യാണ്, റിസീവ് ചെയ്യാണ്. ഇതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ത്രൂ ദ യൂസ് ഓഫ് മീഡിയ ഡെവലപ്ഡ് ഫോർ ദാറ്റ് പർപ്പസ്, നെയ്മലി. ചില മീഡിയയുടെ സഹായം ഉണ്ടെങ്കിലേ മാസ് കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ആ മാസ് മീഡിയംസ് ഏതൊക്കെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി. ന്യൂസ് പേപ്പർ, മാഗസിൻ, റേഡിയോ, ടെലിവിഷൻ, വെബ്സൈറ്റ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. 6 എണ്ണം. നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, 6 എണ്ണം ഓർത്തിരിക്കുക. മാസ് മീഡിയം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാലുള്ള ഉത്തരങ്ങളാണ് ന്യൂസ് പേപ്പർ, മാഗസിൻ, ടെലിവിഷൻ, റേഡിയോ, വെബ്സൈറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. 6 ഐറ്റം. ഈ വെബ്സൈറ്റ് തന്നെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ 6 മാധ്യമങ്ങളിലൂടെ മാത്രമേ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഈ 6 മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ്, മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ്, ഞാൻ മനോരമയുടെ ഫ്രണ്ട് പേജ് വായിച്ചാൽ പാവർട്ടിയിലിരുന്ന് അരുൺ എന്നൊരു വ്യക്തി മനോരമയുടെ ഫ്രണ്ട് പേജ് വായിച്ചു. മനോരമയുടെ
ഓഡിയൻസിൽ ആകെ അരുൺ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. ആ പേപ്പർ ഈ കോളേജിൽ ആരൊക്കെ വായിക്കുന്നോ അവരൊക്കെ മനോരമയുടെ ഓഡിയൻസാണ്. അപ്പൊ എനിക്ക് വേണ്ടി മാത്രമല്ല എഴുതുന്നത്. ഏഷ്യാനെറ്റ് ഒരു പരിപാടി ചെയ്യാണ്, ഒരു സീരിയലോ ഒരു വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡി പ്രോഗ്രാമോ, ഒരു ജില്ലയ്ക്ക് വേണ്ടി മാത്രമാണോ ഏഷ്യാനെറ്റ് പരിപാടി ചെയ്യുന്നത്? അല്ല, വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വലിയൊരു ഓഡിയൻസ് അവർക്കുണ്ട്. അതൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു പർട്ടിക്കുലർ സീരിയൽ കാണുന്ന വ്യക്തിയായിരിക്കും എന്ന് വെച്ച് ഞാൻ എല്ലാ പ്രോഗ്രാമും ഏഷ്യാനെറ്റിൻ്റെ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ വേറെ ചാനലുകൾ വെക്കും. ചിലപ്പോൾ വാനമ്പാടി എന്നൊരു സീരിയൽ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഏഷ്യാനെറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അല്ലെങ്കിൽ പാടാത്ത പൈങ്കിളി എന്നൊരു സീരിയലിന് വേണ്ടിയിട്ട് ഞാൻ കാണുന്നുണ്ടാവും. കുടുംബങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടാവും. ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ പോകുന്നൊരു കാര്യമുണ്ട്, അമ്പട സാറേ എല്ലാ സീരിയലും ഇരുന്ന് കാണുകയല്ലേ. എല്ലാ സീരിയലും കണ്ടിട്ടൊന്നല്ല, പരസ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കേൾക്കുന്നതിൻ്റെ പേരുകൾ വെച്ചിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം ഏഷ്യാനെറ്റിൻ്റെ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ സൂര്യയിൽ നാഗകന്യക കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ മൗനരാഗം കാണുന്നുണ്ടാവും. എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. സീരിയൽ കണ്ടുകൊണ്ട് ഞാൻ IPL കാണുന്നില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ IPL കാണുന്നുണ്ടാവും. ചിലപ്പോൾ IPL എല്ലാ കളിയും ഞാൻ കാണില്ല. ഞാൻ മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാനാണെങ്കിൽ ഞാൻ മുംബൈയുടെ കളി മാത്രമേ കാണുള്ളൂ. ഇതാണ് ഡൈവേഴ്സിഫൈഡ് ഓഡിയൻസ് എന്ന് പറയാൻ കാരണം. ഇതാണ് സൈസബിൾ ഓഡിയൻസ് എന്ന് വിളിക്കാൻ കാരണം. ഏത് മാധ്യമം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഇറ്റ്സ് അവർ ചോയ്സ്, നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നീ ടെലിവിഷൻ മാത്രം കണ്ടാൽ മതി എന്ന് നമ്മളോട് പറയാൻ പറ്റുമോ? ഞാൻ പേപ്പർ വായിക്കും, ഞാൻ ചിലപ്പോൾ റേഡിയോ കേൾക്കും, അതൊക്കെ എൻ്റെ സൗകര്യമാണ്. ചിലപ്പോൾ ഇതൊന്നും ചെയ്യില്ല. നമ്മുടെ 21 ദിവസത്തെ ചാലഞ്ച് എന്തായി? ന്യൂസ് പേപ്പർ വായിക്കണതിൻ്റെ എല്ലാം നടക്കുമോ? സ്ഥിരമായിട്ട് പേപ്പർ വായിക്കുന്ന ഒരു പുതിയ തലമുറയെ കിട്ടുമോ? കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. The act of mass communication is much more complex than that of face-to-face communication. ഇപ്പോൾ അവർ പറയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനേക്കാളും പബ്ലിക് കമ്മ്യൂണിക്കേഷനേക്കാളും മറ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനേക്കാളും ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. കാരണം ഒരേ സമയം ഒരുപാട് പേരോടാണ്. എൻ്റെ ഓഡിയൻസ് എത്രയാണെന്നും കൂടി എനിക്കറിയില്ല ചിലപ്പോൾ. അതേസമയം ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. 100,000 ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു മൈതാനത്താണ് കോൺഫറൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു പബ്ലിക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. എനിക്കറിയാം മാക്സിമം 100,000 ആൾക്കാരെ വരുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു സ്റ്റേഡിയത്തിലൂടെ പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 കൂടുതൽ ആൾക്കാർ ഉണ്ടാവില്ല. പിന്നെ അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ആ മെസ്സേജ് എത്തും. എങ്ങനെ? മാസ് മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടി. മനസ്സിലാവുന്നില്ലേ? മാസ് മീഡിയ അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ TV-യിൽ ഒരുപാട് പേര് കാണും. ഈ ഗ്രൗണ്ടിനകത്തുള്ള 50,000-ൽ കൂടുതൽ ആൾക്കാർ കാണും. അതാണല്ലോ IPL-ഉം ഫുട്ബോളും ബാസ്കറ്റ് ബോളും ടെന്നീസൊക്കെ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പം അടുത്ത് റഫേൽ നദാൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം അടിച്ചു. നദാലിൻ്റെ തന്നെ 13ാമത്തെ ഫ്രഞ്ച് ഓപ്പണാണ് പ്രൈസ് അടിക്കുന്നത്. എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് അവരുടെ വീടുകളിൽ ഇരുന്നിട്ട് കാണുന്ന കളി. ആർക്കും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനമില്ല, കാണികളില്ല കോവിഡ് കാരണം. എന്ന് വെച്ചാൽ ആരും ആ കളി കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് മാസ് മീഡിയയുടെ ഉപയോഗം നടക്കുന്നത്. ക്ലിയർ അല്ലേ?
It addressed to masses, to an extremely large audience. Mass communication is all around us and it is principal means by which we obtain information and form attitudes. Two frequently cited definitions of mass communication are as follows. Mass communication കുറിച്ചുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. Mass communication comprise the institution and techniques by which specialized group employ technological device, press, radio, film, etc. to disseminate symbolic content to a large, heterogeneous and widely dispersed audience. ഇവിടെ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ജനോവിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ കംപ്രൈസസ് the institutions and techniques which specialized group employ technological device. ഒരു പ്രത്യേക ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ടെക്നോളജിക്കൽ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി മാസ് കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ടു ഡിസിമിനേറ്റ് സിംബോളിക് കണ്ടന്റ് ടു എ ലാർജ്, ഒരു വലിയ ഗ്രൂപ്പിനോട് അവർക്ക് പറയാനുള്ള കണ്ടന്റ് പറയാനായിട്ട് ശ്രമിക്കുന്ന രീതിയാണ്. അതും എങ്ങനെയുള്ള ഗ്രൂപ്പായിരിക്കും? ഹെട്രോജീനിയസ്, പലതരത്തിലുള്ളതായിരിക്കും. ദെൻ വൈഡ്ലി ഡിസ്പേഴ്സ്ഡ്, പലയിടത്തായിട്ട് വിഭജിച്ച് മാറിക്കിടക്കുന്ന ഒരു വലിയ വിഭാഗത്തോടാണ് സംസാരിക്കുന്നത്. അല്ലാതെ എല്ലാവരും ഒരുപോലെയുള്ളവരല്ല, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ല, എല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരല്ല, എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ല. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പല സ്ഥലങ്ങളിലായിട്ട് ചിതറിക്കിടക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഒരു ടെക്നോളജിക്കൽ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് വിൽബർ ഷാമിൻ്റെ, നമ്മൾ മുൻപ് ഡെഫിനിഷനിൽ കേട്ടിട്ടുള്ള വ്യക്തിയാണ് വിൽബർ ഷാം. ഷാമിൻ്റെ നിർവചനമാണ് മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. എ മാസ് മീഡിയം ഈസ് എസെൻഷ്യലി എ വർക്കിംഗ് ഗ്രൂപ്പ് ഓർഗനൈസ്ഡ് അറൗണ്ട് സം ഡിവൈസ് ഫോർ സർക്കുലേറ്റിംഗ് ദ സെയിം മെസ്സേജ് അറ്റ് അബൌട്ട് ദ സെയിം ടൈം ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഇത്തിരി കൂടി പഠിക്കാൻ എളുപ്പമുള്ള ഡെഫിനിഷൻ ഇതാണ്. മുകളിലത്തെ പഠിക്കണമെങ്കിൽ മുകളിലത്തെ പഠിക്കാം, യാതൊരു വിരോധമില്ല. ആസ് യു വിഷ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ അദ്ദേഹം പറയുന്നു, എ മാസ് മീഡിയം ഈസ് എ വർക്കിംഗ് ഗ്രൂപ്പ്. മാസ് മീഡിയം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ്. ഓർഗനൈസ്ഡ് അറൗണ്ട് സം ഡിവൈസ്, ചില ഉപകരണങ്ങളുടെ ചുറ്റിലും നിന്നിട്ട് പ്രവർത്തിക്കുന്ന, എന്തിനു വേണ്ടി? സർക്കുലേറ്റിംഗ് ദ സെയിം മെസ്സേജ്, ഒരേ മെസ്സേജ് തന്നെ എല്ലാവരിലേക്കും എത്താൻ, അറ്റ് അബൌട്ട് ദി സെയിം ടൈം, എല്ലാവരിലേക്കും സെയിം മെസ്സേജാണ് കൊടുക്കുന്നത്, അത് ഒരേ സമയം തന്നെ എല്ലാവരിലേക്കും കൊടുക്കുകയാണ്. ദെൻ ടു എ ലാർജ് മെമ്പർ ഓഫ് പീപ്പിൾ, സമൂഹത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തിലേക്ക് ഒരേ സമയം ഒരേ മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന രീതിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. Mass communication really began with the invention of the printing press, which brought revolutionary changes in society. But communication explosion actually began with the emergence of electronic media. We have reached a stage where we will get live pictures and reports of the event as they unfold in any part of the world. We live in the mass mediated society. Mass communication is woven into our day to day existence. Mass media satisfy our need for entertainment and information and the individual and social level. ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് അതിന്
സാധിക്കുന്നു എന്നുള്ളതാണ്. എൻ്റർടൈൻ ചെയ്യാൻ പറ്റണം, ഇൻഫോർമേഷൻ നൽകാൻ പറ്റണം, ഒപ്പം തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നിങ്ങളുടെ സോഷ്യൽ ലെവല്, ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ നിങ്ങളുടെ സോഷ്യൽ ലെവൽ ഉയർത്താനും സാധിക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്ത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്ത് എന്നുള്ളതാണ്. നോൺ വെർബൽ ഉണ്ട്, അത് പക്ഷേ നമ്മൾ അടുത്ത ക്ലാസ്സിലേ ചർച്ച ചെയ്യുള്ളൂ. ഈ ക്ലാസ്സിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മാത്രമേ പറയുന്നു. വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു spoken messages that we transmit by producing sound. In general, we spend great deal of time participating in verbal communication, either as speakers or listeners. ശബ്ദത്തിൻ്റെ സഹായത്തോടു കൂടിയോ വാക്കുകളുടെ സഹായത്തോടു കൂടിയോ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെർബൽ സൗണ്ട് എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവരടുത്തത് റിട്ടൺ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിട്ടണും വെർബലും ഏകദേശം സെയിം തന്നെയാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൗണ്ട് ഓർ വേർഡ്സ്, അത്രേ അർത്ഥമുള്ളൂ. സൗണ്ടിലായാലും വേർഡ്സ് വേണം, റിട്ടൺ ആയാലും വേർഡ്സ് വേണം. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ മെജോറിറ്റി ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ഈ വെർബൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എ ഹ്യൂമൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻ്റർപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടു അതർ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വൈറ്റൽ ടു പേഴ്സണൽ, സോഷ്യൽ ആൻഡ് പബ്ലിക് ലൈഫ് ഇൻ ഓൾ സൊസൈറ്റി. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എല്ലാ തരം കമ്മ്യൂണിക്കേഷൻ്റെയും ബേസാണ്. കാരണം സംസാരിക്കാതെ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഉടനടി ചോദ്യം വരും, സംസാരിക്കാൻ കഴിവില്ലാത്ത ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലേ സാറേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് വേണ്ടിയിട്ടല്ലേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അവരതിലൂടെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ചില ആൾക്കാരുണ്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിലും അവർക്ക് കേൾക്കാനുള്ള കഴിവുണ്ടാവും, ചിലപ്പോൾ കാണാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ അവരത് വെച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് റിട്ടൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ലിറ്ററസി ഉണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അതിന് സാധ്യമാവും. ഒരു മനുഷ്യൻ സാമൂഹിക ജീവി എന്ന രീതിയിൽ അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട്, അതിൽ തർക്കമില്ല. Verbal communication is important in the human relationship starting from interpersonal group communication to other communication context. Oral communication is vital to personal, social and public life in all societies. Written communication refers to communication through written or printed words. വളരെ ഈസി ആയിട്ടുള്ള കാര്യം. എഴുതുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള വേർഡ്സിൻ്റെ സഹായത്തോടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾദോ ഇറ്റ് ഈസ് വെർബൽ ഇൻ നേച്ചർ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹാസ് നോൺ വെർബൽ dimension. Written communication is formal, literate and follows the rules of grammar. Some of the advantages of written communication are: it is a permanent record, it provides tangible legal evidence, it is more accurate than oral communication, it provides the reader to time to retain the message. 4 മെച്ചങ്ങളാണ്. ഒന്ന് പെർമനൻ്റ് റെക്കോർഡാണ്. കാരണം നമ്മളവിടെ എഴുതിയിട്ടിരിക്കുകയാണ്, റിട്ടൺ ആണ്. ഇതൊരിക്കലും മാഞ്ഞു പോവില്ല. അല്ലെങ്കിൽ പ്രിൻ്റഡ് ആണെങ്കിൽ ഒരിക്കലും മാഞ്ഞു പോവില്ല. എവിടെ വേണമെങ്കിലും നമുക്കതൊരു തെളിവായിട്ട് കാണിക്കാം. വാക്കാലെ പറഞ്ഞാൽ നമുക്ക് വാക്ക് മാറ്റി പറയാം. എഴുതിയിട്ടാൽ പ്രൂവ്ഡ് ആണ്, പെർമനൻ്റ് റെക്കോർഡാണ്. ഇറ്റ് പ്രൊവൈഡ് ടാഞ്ചിബിൾ ലീഗൽ എവിഡൻസ്. ടാഞ്ചിബിൾ മീൻസ് തൊട്ടറിയാവുന്ന, കണ്ടറിയാവുന്ന എവിഡൻസിനെയാണ് ടാഞ്ചിബിൾ എവിഡൻസ് എന്ന് പറയും. ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് കാണിച്ചാൽ കോടതിയിൽ വരെ അത് വാലിഡാണ്. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൃത്യതയുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും? അവിടെ എഴുതിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാമാറ്റിക്കലി വരുന്ന മിസ്റ്റേക്സോ നിങ്ങളുടെ ആശയവിനിമയത്തിൽ സംഭവിക്കുന്ന പാളിച്ചകളോ
എഴുതിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ബാധിക്കില്ല. കാരണം അതവിടെ എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അതിൽ തർക്കിക്കേണ്ട കാര്യം? ഇറ്റ് പ്രൊവൈഡ്സ് ദ റീഡർ ടു ടൈം ടു റീറ്റെയിൻ ദ മെസ്സേജ്. റീഡർക്ക് ആവശ്യത്തിന് സമയം കിട്ടുകയാണ് ഈ മെസ്സേജിനെ വേണ്ട രീതിയിൽ റീകളക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്സസിബിൾ ഓൺലി ടു ദ ലിറ്ററേറ്റ്. അതൊരു പ്രശ്നമാണ്. ലിറ്റററി അറിവുള്ള വ്യക്തിക്ക്, സാക്ഷരതയുള്ള വ്യക്തിക്ക് മാത്രമേ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ദിസ് ഈസ് ദ പ്രൈമറി ഡിസഡ്വാൻറ്റേജ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ, മില്യൺസ് ഓഫ് ഇല്ലിറ്ററേറ്റ്സ് കനോട്ട് യൂസ് ദിസ് മീഡിയം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരക്ഷരർ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മീഡിയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് കോസ്റ്റ്ലി ടു ടൈം ആൻഡ് ടൈം കൺസ്യൂമിങ്. റിട്ടൺ ആകുമ്പോൾ പേപ്പർ വേണം, പേന വേണം, അത് എഴുതി ഉണ്ടാക്കണം, ഒപ്പം അതിനുവേണ്ടി സമയവും കളയണം. അതാണ് കോസ്റ്റ്ലി ആൻഡ് ടൈംലി കൺസ്യൂമിങ് എന്ന് പറയുന്നത്. തേർഡ്ലി, ഫീഡ്ബാക്ക് ഓൺ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിലേഡ് ആസ് കമ്പയർഡ് ടു ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് ഉണ്ടാവും, പക്ഷേ അല്പം ഒത്തിരി ഡിലേ ആയിട്ടാണ് ഫീഡ്ബാക്ക് വരിക എന്നുള്ളൊരു കുഴപ്പമുണ്ട്. അതെന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്? നമ്മൾ എഴുതിയൊരു കാര്യം മറ്റൊരാൾ വായിച്ചു നോക്കി അതിനയാൾ എഴുതി തന്നെ ഫീഡ്ബാക്ക് തരുമ്പോൾ സമയമെടുക്കും. നേരെ മറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, അതങ്ങനെ തന്നെ നിങ്ങൾ കേൾക്കുന്നു, അപ്പം തന്നെ എനിക്ക് തിരിച്ച് മറുപടി തരികയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും അതിനെ ബാധിക്കില്ല. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് 3 ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ്. ഒന്ന് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാണ്, മറ്റൊന്ന് പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്, തേർഡ് വൺ മാസ് കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി ചർച്ച ചെയ്യാനും ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ പറയാനും പോകുന്നത് ഈ പറയുന്ന ലാസ്റ്റ് വൺ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് റിട്ടൺ ഓർ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. വാക്കുകളുടെ സഹായത്തോടെ, സൗണ്ടിൻ്റെ സഹായത്തോടെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ എന്ന് പറയുന്നത്. റിട്ടൺ മീൻസ് റിട്ടൺ ഡോക്യുമെൻറ്റ് ഓർ പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്. ഇതിന് രണ്ടിനെയും മനസ്സിലാക്കുക. ഇനി നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുണ്ട്. ഒപ്പം കൊറോണയ്ക്കെതിരെ സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.